എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പഴനി യാത്രയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ 2024 പഴനി പോയത് കുഞ്ഞിൻ്റെ മുടി മൊട്ടയടിക്കാൻ വേണ്ടി. അതിനു മുന്നേ ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. അതെന്നാണ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞ് വയറ്റിലുള്ളപ്പം ലേറ്റായിട്ടുള്ള പ്രഗ്നൻസിയാണ്, 3rd പ്രഗ്നൻസിയാണ്. അപ്പം എങ്ങനെയാണ് കുഞ്ഞിൻ്റെ ആ ഒരു ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുന്നത് നോക്കിയപ്പം ഫ്ലൂയിഡിന് ഒരു ചെറിയൊരു ഇത് വന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു വേറെ ഹോസ്പിറ്റലിൽ പോകണം, കണ്ടിന്യൂ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഭഗവാനെ വിളിച്ചു. ഞാനിങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്തപ്പം ഞാൻ കണ്ടത്, ഭഗവാനെ വിളിച്ച് 7 മണിയാകുമ്പോൾ ഈ പ്രാർത്ഥന ജപിക്കൂ എന്ന് പറഞ്ഞ് വിളിക്കണമെന്നും പറഞ്ഞുള്ള കുറച്ച് ശ്ലോകങ്ങളും കുറച്ച് ഒരു മന്ത്രവും പറഞ്ഞു തന്നായിരുന്നു ഒരു തിരുമേനി, യൂട്യൂബിൽ കണ്ട്. അങ്ങനെ ഞാനത് എഴുതിയെടുത്ത്, അത് കനകാംബര സ്തോത്രമായിരുന്നു. പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയത്. ആ സ്തോത്രം ഞാൻ 7 മണിയാകുമ്പോൾ, കറക്റ്റ് 7 മണിയാകുമ്പോൾ ജപിക്കാൻ തുടങ്ങി. അതിനു മുന്നേ എൻ്റെ അമ്മായിമ്മയാണേലും എനിക്ക് മുരുകൻ സ്വാമിയെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ നാമം ജപിക്കുന്നതും മുരുകൻ സ്വാമിയെ വിളിക്കുന്നുണ്ടെന്നും എൻ്റെ ഹസ്ബൻഡാണെ മുരുകൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഉണ്ടായതാണെന്നും ഒക്കെ പറഞ്ഞു തരുമ്പോഴും ഭഗവാനോട് ഞാൻ അടുത്തില്ല. അതൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്. ഭഗവാൻ വിളിച്ച വിളിപ്പുറത്താണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വിളിക്കാൻ തുടങ്ങി. ആ ഒരു സ്തോത്രം കറക്റ്റ് ടൈമിൽ ഞാൻ ജപിക്കാൻ തുടങ്ങി. വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഭഗവാന്റെ ഒരു നാമജപ പുസ്തകം ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ആകെപ്പാടെ അറിയാവുന്ന ഭഗവത്ഗീത, പിന്നെ ഗായത്രി മന്ത്രം, പിന്നെ ദേവിയുടെ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഇതൊക്കെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബാക്കിയൊന്നും എനിക്കറിയില്ല. ഭഗവാനെ പറ്റി ഒരു കാര്യം എനിക്കറിയില്ല. അങ്ങനെ ഞാൻ 2023 മുന്നേ കുഞ്ഞ് പ്രഗ്നന്റ് ആയി, 2022 പ്രഗ്നന്റ് ആയ സമയം തൊട്ട് ഞാൻ ഇത് ജപിക്കാൻ തുടങ്ങി. കറക്റ്റ് 7 മണിക്ക് കുഞ്ഞുണ്ടാകുന്നിടം വരെ അങ്ങനെ ജപിച്ച് ഭാഗ്യവശാല് കുഞ്ഞിനൊരു കുഴപ്പം കൂടാതെ നല്ല മിടുക്കനായ കുഞ്ഞിനെ എനിക്ക് ഭഗവാൻ തന്നു. നല്ല നാളിൽ നല്ല സമയത്ത് തന്നു. അപ്പൊ വീണ്ടും എനിക്ക് ഭഗവാനെ വിളിക്കാൻ തുടങ്ങി. കൂടുതൽ വിളിക്കാനുള്ള ഇത് തോന്നി. ഞാൻ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു അമ്പലത്തിൽ പോയപ്പോൾ, മണ്ണാറശാലയിൽ പോയപ്പോൾ ഭഗവാന്റെ ഒരു പുസ്തകം കണ്ടു. അങ്ങനെ ബുക്ക് സ്റ്റോളിൽ നിന്ന് ഭഗവാന്റെ അഷ്ടത്തര ശതാനാമവലി പുസ്തകം, പിന്നെ അതിനകത്ത് 2-3 കീർത്തനങ്ങളും ഒക്കെയുള്ള ഒരു പുസ്തകം വാങ്ങിച്ചു. അങ്ങനെ അത് വാങ്ങിച്ച് അത് ജപിക്കുകയുണ്ടായി. അതാണ് അടുത്ത ഘട്ടം. പിന്നെ പഴനി പോകാൻ പിന്നെ മുട്ടയടിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ മുട്ടയടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ വ്രതം നോക്കുന്ന കൂട്ടത്തിൽ ഈ അഷ്ടസ്തര ശതാനാമവലി ഇങ്ങനെ ജപിക്കാൻ തുടങ്ങി. അന്ന് എൻ്റെ ഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. പഴനിയിൽ നിന്ന് തന്നെ ഒരാൾ കൊണ്ടു തന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് വെച്ചായിരുന്നു ഞാൻ ജപിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് വെച്ച് ജപിച്ച് ഞാൻ പഴനി പോയ സമയത്തുണ്ടായ എൻ്റെ ഒരു മിറക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കാല് ഈ സിസറിൻ കഴിഞ്ഞ പിന്നെ എൻ്റെ കാലിങ്ങനെ മുന്നോട്ട് പോകത്തില്ല. എന്ന് വെച്ചാൽ കാലിന് നല്ല പെയിനാ. പടി കുറച്ചൊരു 10 പടി കയറുമ്പോഴേ എനിക്ക് അവശതയാകും. ആ സമയത്ത് ഞാൻ അവശതയായി, എനിക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഭഗവാനോട് അവിടുന്ന് പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഞാൻ എങ്ങനെ മുകളിലോട്ട് വരും? ഭഗവാൻ എന്നെ ഒന്ന് മുകളിൽ എത്തിക്കുമെന്ന് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് എങ്ങനെയോ എന്താണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ മുന്നോട്ട് കുറച്ച് ഓടി നടന്നത് മാത്രമേ എനിക്കറിയാം. ബാക്കി എങ്ങനെ അവിടെ എത്തിച്ചേർന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്ത കാല് വെക്കുന്നത് ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങൾ പതിഞ്ഞ ആ ഒരു പുണ്യമായ സ്ഥലത്തോട്ടാണ് എൻ്റെ പാദങ്ങൾ അടുത്തത് ഞാൻ വെക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും ആ ഒരു തിങ്ങിങ്ങനെ മനസ്സിൽ കിടക്കുക. അതെങ്ങനെ സംഭവിച്ചു, ഇതുവരെ ആ ഒരു പടി എങ്ങനെ ഞാൻ കയറി എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അന്ന് തൊട്ട് ഭഗവാന്റെ ആളായി ഞാൻ എന്ന് പറയാം. അങ്ങനെ ഭഗവാന്റെ കൂടുതൽ, അതായത് എനിക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കണം എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. എനിക്ക് ഭഗവാന്റെ സ്തോത്രങ്ങൾ ജപിക്കണം. അങ്ങനെ ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഭഗവാന്റെ ഒരു ഇഷ്ടം എനിക്ക് വേണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ സ്തോത്രങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അന്നൊന്നും യൂട്യൂബ് ചാനൽ എനിക്കില്ല. അപ്പം ഞാൻ അങ്ങനെ സ്തോത്രങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ കയ്യിലോട്ട്. അപ്പൊ യൂട്യൂബ് ചാനൽ ഞാൻ ജസ്റ്റ് തുടങ്ങി. എൻ്റെ അനുഭവം ഷെയർ ചെയ്ത് വന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളെ എനിക്ക് കിട്ടി. അതുകൂടാതെ അതിൽ നിന്ന് പരിചയപ്പെട്ട ഒരാള്, ആ ആള് എനിക്ക് സ്കന്ദഷ്ഠി കവചത്തിന്റെ, അദ്ദേഹത്തിന്റെ തന്നെ വീഡിയോയിലൂടെ ഞാൻ സ്കന്ദഷ്ഠി കവചത്തിന്റെ അർത്ഥം കേട്ടു. പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് സ്കന്ദഷ്ഠി കവചത്തിന്റെ പുസ്തകം വാങ്ങി ഞാൻ അത് ജപിക്കുകയുണ്ടായി.
അത് ജപിച്ച് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ഭഗവാനോട് ഞാൻ അടുക്കാൻ തുടങ്ങിയത്. എൻ്റെ മനസ്സിലെ എല്ലാ ചിന്തകളും, എല്ലാ നെഗറ്റീവ് ചിന്തകളും, എൻ്റെ ചോദ്യങ്ങളും, ഞാൻ ഓരോ ചോദ്യങ്ങൾ ഭഗവാനോട് ഇങ്ങനെ ചോദിക്കായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ചോദ്യചിഹ്നം മാറി ഞാൻ ഭഗവാന്റെ പാദത്തുങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാൻ തുടങ്ങി, ഭഗവാനോട് അടുക്കാൻ തുടങ്ങി. സ്കന്ദഷഷ്ടി കവചം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ബ്ലാങ്കായി മനസ്സായി. അതായത് ഒരു ചിന്തകളും കൊണ്ടുവരാതെ ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കാനുള്ള മൈൻഡ് എനിക്ക് കിട്ടി, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള മൈൻഡ് കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഫൊർഗീവ്നെസ് കിട്ടി. അതുപോലെ തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് കിട്ടി. ഭഗവാനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ ഹസ്ബൻഡ് പോലും എൻ്റെ ഭഗവാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിലോട്ട് വന്നുപോയി. അത് എൻ്റെ തെറ്റല്ല. കാരണം നമ്മള് ഭഗവാനോട് കൂടുതൽ അടുക്കുമ്പം ഭഗവാനാണ് എൻ്റെ എല്ലാം എന്നുള്ള ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ചിന്ത മനസ്സിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും നമ്മുടെ ലോകത്തില്ല. അവര് എന്ത് പറഞ്ഞാലും, അവര് രണ്ട് ചീത്ത വിളിച്ചാലും നമ്മളെ ഏക്കില്ല. അതങ്ങനെയാണ് ഒരു ഭഗവാന്റെ അടുക്കലോട്ട് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം. എനിക്ക് ഈ ഒരു ആ മാറ്റം തന്നതിന് ഞാൻ ഭഗവാനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇന്നിപ്പോ ആരെങ്കിലും വന്ന് എന്നെ രണ്ട് ചീത്ത വിളിച്ചാൽ എനിക്ക് അവരോട് ദേഷ്യം തോന്നത്തില്ല, ഞാൻ അവരോട് ക്ഷമിക്കും. കാരണം ഞാൻ എല്ലാം അർപ്പിക്കുന്നത് ഭഗവാനിലാണ്. അപ്പം ഭഗവാൻ നോക്കിക്കോളും, അവരെ തെറ്റ് തിരുത്തി കൊടുക്കും, ഇങ്ങനെയല്ല ചെയ്യണ്ടേ എന്നുള്ളത്. അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പഴനിയിലെ കഥ പറഞ്ഞപ്പം ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. പഴനി പോകാനായിട്ട് എനിക്ക് അവസരം കിട്ടി. അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ അന്ന് വന്ന് ഇപ്പം എത്രയും സ്തോത്രങ്ങൾ ജപിക്കുന്നുണ്ട്, ഇപ്പൊ തിരുപ്പുകളായി. ഇപ്പൊ ഞാൻ ഓരോന്നോരോന്ന് പഠിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താണ് സ്കന്ദഷഷ്ടി കവചം അങ്ങോട്ട് കഴിഞ്ഞ് ജപിക്കുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ചായിട്ട് ഞാൻ ഈ ചിട്ട തുടങ്ങിയിട്ടില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻ ഞാൻ ഇപ്പൊ തുടങ്ങിയില്ല. കാരണം ആ ഒരു രീതിയിലൂടെ പോകുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. എൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് ടൈമിന്റെ ഒരു പ്രശ്നം കാരണം ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോൾ ഫ്രീ ആവുന്നു അപ്പം ഞാൻ ജപിക്കും. അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ടൈം ഒന്നും ഇപ്പൊ നോക്കാറില്ല. എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ജപിക്കും സ്കന്ദഷഷ്ടി കവചം. അതുപോലെ ഭഗവാന് നെയ്വിളക്ക് ഞാൻ കത്തിക്കുന്നുണ്ട് ചേരാതിൽ. അതും എനിക്ക് പുറത്തായതിനു ശേഷം ഞാൻ കത്തിക്കത്തില്ല. അത് കഴിയുന്ന സമയത്തൊക്കെ ഞാൻ കത്തിക്കാറുണ്ട്. ഭഗവാന് വേണ്ടി മാത്രം ഒരു പ്രത്യേക നെയ്വിളക്ക് ഞാൻ കത്തിക്കാറുണ്ട്. അതെൻ്റെ ഒരു സന്തോഷം ആണ്, നിലവിളക്ക് കത്തിക്കുന്ന കൂട്ടത്തിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പഴനി പോകണം, തിരുച്ചെന്തൂർ പോകണമെന്ന് ആഗ്രഹിച്ച് തിരുച്ചെന്തൂർ പോയ കഥ ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പഴനി പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി എങ്ങനെയാണ് അടുത്ത പോക്ക്, ഇത്രയൊക്കെ മനസ്സിലാക്കിയല്ലോ ഭഗവാനെ പറ്റി, ഇനി അടുത്ത പോക്ക് എങ്ങനെയാണെന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് എനിക്ക് ആങ്ങളയുടെ കൂടെ പഴനി പോകാനുള്ള പിന്നെ അത് നടന്നു കിട്ടിയത്. ആ ആഗ്രഹം സാധിച്ചു. ഞാൻ അങ്ങനെ പഴനി പോയി. പഴനി പോയതാണ് ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പഴനി പോയത് ട്രെയിൻ വഴിയാണ്. കാരണം എനിക്കിപ്പോൾ ട്രെയിൻ ഇഷ്ടമാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുത്ത് പോകുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രയായാലും നമ്മൾ ടയേർഡാകും, പിന്നെ ചെന്ന് കിടന്നാൽ മതി, പിന്നെ നമുക്ക് ആകെപ്പാടെ ഒരു ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ട്രെയിൻ പണ്ടേ ഇഷ്ടമാണ്. അപ്പം ട്രെയിന് പോകുമ്പം നല്ല എന്താ പറയുക, നമുക്ക് ഒരു ക്ഷീണവും തളർച്ചയും ഒന്നും തോന്നില്ല. അതുകൊണ്ട് തിരുച്ചെന്തൂർ പോകാനും ഞാൻ ട്രെയിനാണ് സെലക്ട് ചെയ്തത്. തിരുച്ചെന്തൂർ പോയപ്പം 6 മണിക്കൂർ തന്നെ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എറണാകുളത്ത് നിന്ന് ഒരേ ഒരു ട്രെയിനേ ഉള്ളൂ, അമൃതപുരി എക്സ്പ്രസ്. അത് രാത്രി എറണാകുളത്ത് നിന്ന് രാത്രിയിൽ 12 മണി കഴിഞ്ഞിട്ടാണ് ആ ഒരു ട്രെയിൻ കയറി. രാവിലെ 6 മണിയാകുമ്പോൾ അവിടെ ചെല്ലും, 6:30 ആകുമ്പോൾ അവിടെ ചെല്ലും. 12:00 കയറിയ 6:30 ആകുമ്പോൾ ചെല്ലും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ടൈം വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് റൂം എടുത്ത് താമസിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു 8 മണിയായപ്പം തിരുവാവനംകുടി ക്ഷേത്രത്തിൽ പോയി. ഞാൻ തിരുവാവനംകുടി ക്ഷേത്രം അറിഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൺലൈൻ ക്ലാസ് സ്കന്ദലഹരിയുടെ ഓൺലൈൻ ക്ലാസ് ചേർന്നിട്ടുണ്ട് തിരുപ്പുകൾ പഠിപ്പിക്കുന്ന ശരൺജിയുടെ കൂടെ. അപ്പം അദ്ദേഹത്തിന്റെ ക്ലാസ്സിലൂടെ അദ്ദേഹം പറഞ്ഞതാണ് തിരുവാവനംകുടിയെ പറ്റി. അങ്ങനെ ആ ഒരു തിരുപ്പുകളും ഞാൻ കാണാതെ പഠിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം അവിടെ ചെന്ന് ജപിക്കണം എന്നുള്ളത്. അപ്പൊ തന്നെ ഞാൻ ആങ്ങളയോട് പറഞ്ഞു നമുക്കൊന്ന് അവിടെ പോകാം. അങ്ങനെ 8 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ ഒരു റിക്ഷ എടുത്ത്, അവിടെ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ, റിക്ഷ എടുത്ത് 100 രൂപയാണ് മേടിച്ചത് കേട്ടോ റിക്ഷയ്ക്ക്. അവിടെ ചെന്ന് ഞാൻ ഒരു മാലയൊക്കെ മേടിച്ച് ഭഗവാന് സമർപ്പിക്കാൻ മേടിച്ചു. അങ്ങനെ അവിടെ ചെന്ന് ഭഗവാനെ കണ്ട് തൊഴുതു. അഭിഷേകമൊക്കെ ചെയ്യുമായിരുന്നു അവിടെ. അന്നേരം അതൊക്കെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു. അപ്പം അത് കഴിഞ്ഞ് തൊഴുത് ഇങ്ങനെ വന്നപ്പോഴാണ് അരുണഗിരിനാഥ സ്വാമി, എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ തിരുപ്പുകൾ ജപിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് അദ്ദേഹത്തിന്
ഭയങ്കര ഇഷ്ടമാണ്. അരുണഗിരിനാഥസ്വാമിയെ നേരിട്ട് കണ്ട പോലൊരു ഫീലായിരുന്നു. അവിടെ ഇങ്ങനെ കണ്ടു, അവിടെ ഒരു സൈഡിലായിട്ട് അദ്ദേഹത്തിനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ അവിടെ പോയി തൊഴുതു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ റൗണ്ട് എല്ലാരെയും പോയി കണ്ട് തൊഴുതു വന്നതിന് ശേഷം ഞാൻ അവിടെ മുന്നിൽ വന്നിട്ട് തിരുപ്പുകൾ ജപിച്ചു. പുസ്തകം കൊണ്ട് പോയത് കൊണ്ട് എനിക്ക് തിരുപ്പുകൾ ജപിക്കാൻ പറ്റി. പിന്നെ കാണാതുള്ള തിരുപ്പുകൾ ഞാൻ ജപിച്ചു. അങ്ങനെ ആ തിരുപ്പുകളൊക്കെ ജപിച്ചു കഴിഞ്ഞ് മനസ്സിലൊക്കെ സന്തോഷമായി. ഞാൻ അവിടുന്ന് തിരിച്ച് റൂമിലെത്തി. എത്തിക്കഴിഞ്ഞ് അവിടെ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആള് പറഞ്ഞു അഭിഷേകം നടത്താം, പാലഭിഷേകം നടത്താം, പാലും കൊണ്ട് പോകാം നമുക്ക്. അപ്പം പിന്നെ അതുപോലെ തന്നെ തേരിനുള്ള ക്യാഷും അടച്ച് രസീത് മേടിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഹെൽപ്പ് ചെയ്തു. അദ്ദേഹത്തിന്റെ പെങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിട്ടു. കാവടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതും നടന്നു. ഞാൻ അങ്ങനെ കാവടി എടുത്തിട്ടില്ല. കാവടി എടുത്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എന്താണ് കാവടി എടുത്താലുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത്. ഞാൻ ശരിക്കറിഞ്ഞു. ഞാൻ നിങ്ങളോട് ഫീലിംഗ് എന്താണെന്ന് പറയുന്നില്ല, അത് പറയില്ലെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞാൻ അനുഭവിച്ച ആ ഒരു ആനന്ദം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാവടി എടുത്തു കഴിഞ്ഞപ്പോ ഭഗവാന്റെ ഒരു, എനിക്ക് പറയാൻ വാക്കുകളില്ല. കാവടി എടുത്ത് എനിക്കുണ്ടായ ഒരു ആനന്ദം, പിന്നെ പടി കയറാൻ എനിക്ക് സഹായകമായി. നേരത്തെ കൂട്ട് മിറക്കിൾ സംഭവിച്ചില്ല. ഞാൻ ശരിക്കും പടി കയറി. പടിയുടെ ഫീലിംഗ് ഞാൻ അറിഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കയറിയതായിട്ട് അറിഞ്ഞില്ല എന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ. ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് പടി കയറുന്നതിന്റെ ഫീലിംഗ് അറിഞ്ഞെങ്കിലും ഞാൻ ആനന്ദം അറിഞ്ഞു. കാവടി എടുത്തതിന്റെ ആനന്ദം ഞാൻ ശരിക്കും അറിഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് പാലാഭിഷേകം ചെയ്ത് രാജാലങ്കാരമാണ് കണ്ടത്. ഉച്ച കഴിഞ്ഞ് പോയിട്ട് രാജാലങ്കാരം കണ്ടു തൊഴാൻ പറ്റി, അഭിഷേകം കണ്ടു തൊഴാൻ പറ്റി. അതുപോലെ തന്നെ 2 പ്രാവശ്യം കയറി തൊഴാൻ പറ്റി. പിന്നെ രഥം, തങ്കത്തേര് ആദ്യമായിട്ടാണ് കാണുന്നത്. ഭഗവാൻ ഇറങ്ങി വരുന്ന ആ ഒരു ഇതൊക്കെ അവര് കാണിക്കുന്നുണ്ടല്ലോ, ഭയങ്കര കുളിർമ തോന്നും നമുക്ക്. രാജാലങ്കാരത്തിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാനിവിടെ കാണിക്കാം ആ ഫോട്ടോ. ആ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടാണ് അവര് ആ കർട്ടനൊക്കെ മാറ്റി ഭഗവാൻ രഥത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നള്ളി വരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഒരു രാജകുമാരൻ എഴുന്നള്ളി വരുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് കിട്ടും നമുക്ക്. എത്രയോ പേര് ഹരഹരോ വിളിച്ചുള്ള ആ ഒരു ടൈം, എല്ലാവരും ഹരഹരോ വിളിച്ചുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. ഒറ്റ ഒരു സ്വരമേ ഉള്ളൂ അവിടെ, ഹരഹരോ എന്നുള്ള ഒരു മന്ത്രം. ആ ഒരു ഭഗവാനുള്ള വിളി, ഭക്തിപൂർവ്വമുള്ള വിളി മാത്രമേ ഉള്ളൂ അവിടെ കേൾക്കാന്. അങ്ങനെ നമുക്കത് കേട്ട് ഭഗവാൻ ഇങ്ങനെ എഴുന്നള്ളി വരുന്നു. അങ്ങനെ എഴുന്നള്ളി വന്ന് ഭഗവാനെ കണ്ടു തൊഴാൻ സാധിച്ചു. ചുറ്റി പ്രദക്ഷിണം ഇങ്ങനെ ചെയ്ത് വന്ന് ഞങ്ങൾക്ക് 10 ബിയാണ് കിട്ടിയത്. 10 ബിയിൽ ഞങ്ങൾ നിന്ന് ഞങ്ങൾക്ക് തേര് വലിക്കാൻ അവര് ഇങ്ങനെ മാറ്റി നിർത്തും. ഇത് കുറച്ചേ ഉള്ളൂ തേര് വലിക്കാൻ ഉള്ളത്. അങ്ങനെ തൊട്ട് തൊഴുത് തേര് വലിച്ചു. തേര് വലിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും തേര് വലിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നത്. നമുക്കൊരു സന്തോഷം, പിന്നെ ഭഗവാന്റെ അനുഗ്രഹം. ഭഗവാന്റെ തേര് വലിക്കുക എന്ന് പറഞ്ഞ ഭഗവാൻ രാജാവാണ്. ഭഗവാനെ ഇങ്ങനെ എതിരേറ്റു കൊണ്ടുവന്ന് പറയുന്നു. നമുക്കുണ്ടാകുന്ന ആനന്ദം, പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന അനുഗ്രഹം, ഇതെല്ലാമാണ് അതിൽ ഉൾക്കൊള്ളുന്നത് അല്ലെ. അങ്ങനെ ഭഗവാന്റെ തേര് വലിച്ച് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. ആ ഒരു സന്തോഷത്താൽ ഞങ്ങളൊരു 9 മണിയായപ്പോൾ പടിയിറങ്ങി. അവിടുന്ന് 9 മണിക്ക് പടിയിറങ്ങി താഴെ എത്തി. പായസമൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലെത്തി റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം രാവിലെ പെരിയമ്മ കോവിലെന്നും പറഞ്ഞ് ഒരു കോവിലുണ്ട്. അത് ഭഗവാന്റെ ഒരു മണ്ഡപമാണെന്ന് പറയുന്നു. അവിടെ ഭഗവാൻ വന്നിരിക്കുന്ന ആണ്. അവിടെ അച്ഛനും അമ്മയും കൂടെ ഭാര്യമാരും ഒത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. വലതുവശത്ത് ശിവശങ്കരൻ, ഇപ്പുറത്ത് പാർവതി ദേവിയമ്മ, നടുക്ക് 2 ഭാര്യമാരുമായി ഭഗവാൻ ഇരിക്കുന്നു. കാണാൻ ഭയങ്കര ഭംഗിയാണ്. അവിടുന്ന് പോരാൻ തോന്നത്തില്ല. ഭയങ്കര ഭംഗി. അവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ആ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കാം. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എല്ലായിടത്തും ചെന്ന് എനിക്ക് തിരുപ്പുകൾ ജപിക്കാൻ പറ്റി. പഴനിയിലെ കാര്യം പറഞ്ഞില്ല, പഴനിയിൽ എനിക്ക് സമയം ഉണ്ടായിരുന്നു തിരുപ്പുകൾ ജപിക്കാൻ. എൻ്റെ മോൻ വലിയ വഴക്കില്ലാഞ്ഞതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് തിരുപ്പുകൾ ജപിക്കാൻ പറ്റി. ആങ്ങളെ കുഞ്ഞിനെ നോക്കി അങ്ങനെ തിരുപ്പുകൾ ജപിച്ചു. ഭഗവാന്റെ ശ്ലോകങ്ങൾ ജപിച്ചു. അങ്ങനെ അവിടെ എനിക്ക് ജപിക്കാൻ പറ്റി. അതുപോലെ തന്നെ പെരിയമ്മ കോവിലും എനിക്ക് ജപിക്കാൻ പറ്റി. അവിടുന്ന് ജപിച്ച് പിന്നെ നവഗ്രഹങ്ങളുടെ മുന്നിൽ 9 തവണ നവഗ്രഹത്തിന്റെ ചുറ്റും 9 തവണ ഞാൻ പ്രദക്ഷിണം ചെയ്ത് അവിടുന്ന് ഞാൻ ആങ്ങളെയുമായിട്ട് തിരിച്ച് റൂമിലേക്ക് വരികയായിരുന്നു. അങ്ങനെ ആണ് എൻ്റെ പഴനി യാത്ര. വളരെ സന്തോഷം,
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്കുള്ളത്. ഇനി എനിക്ക് ഒരുപാട് അമ്പലം ഉണ്ടല്ലോ, നമ്മുടെ ആറുപടി വീട്ടിലെ തിരുപ്പറക്കുന്റം, തിരുത്തണി, ഇതൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം ഭഗവാൻ സാധിച്ചു തരും, എനിക്കത് ഉറപ്പായി. കാരണം ആഗ്രഹിക്കുന്നൊക്കെ ഇങ്ങനെ നടന്നു കിട്ടുന്നുണ്ട്. അത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ പറയുന്നത്, ഈ കലിയുഗത്തിൽ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ രക്ഷപ്പെടും, എനിക്ക് ഉറപ്പാണ്. നമ്മുടെ മൈൻഡ് മാറും, നമ്മൾ ഹാപ്പിനെസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കുണ്ടാകുന്ന മാറ്റം, നമുക്ക് ആഘാതങ്ങൾ വരത്തില്ലെന്നല്ല, പരീക്ഷണങ്ങൾ ഉണ്ടാകുമെങ്കിലും നമ്മൾ തളരില്ല. അതാണ് പ്രധാന പോയിന്റ്. നമുക്ക് എവിടെ നിന്നൊക്കെ നമ്മളെ തളർത്താൻ ആര് നോക്കിയാലും നമ്മൾ തളരില്ല. നമ്മൾ ഉറച്ച പോലെ, പാറ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന പോലെ നമ്മുടെ മനസ്സിങ്ങനെ ഉറപ്പിച്ചു നിൽക്കും. എന്താണ് ഉള്ളിൽ കുടികൊള്ളുന്ന ആരാണ്? ഭഗവാനാണ്. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത്. ഇവിടെ ഒന്നും ഏക്കത്തില്ല, ഒരു ആഘാതങ്ങളും ഏക്കത്തില്ല. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പറയുന്നത്. ഭഗവാനെ വിളിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഒരു പ്രതിസന്ധികളിൽ അവർ തളരാതെ മുന്നോട്ട് തന്നെ പോയിരിക്കും. കലിയുഗത്തില് നാമജപമല്ലാതെ വേറൊരു മാർഗമില്ല. ഓരോ കമന്റ് കാണുന്നുണ്ട്, എന്തിന് ജപിക്കുന്ന, എന്തിനാണ് നിങ്ങളിങ്ങനെ ഭക്തി കാണുന്ന വട്ട് കാണിക്കുന്നതെന്ന്. ഇത് 4 പേരെ അറിയിക്കുന്നതിൽ നമ്മൾ സന്തോഷം ഉണ്ടാക്കുമല്ല. 4 പേരെ അറിയിക്കുന്ന എന്താണ്? അവരും മാറണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യര് നിങ്ങളും മാറണം. നിങ്ങൾ കരഞ്ഞും വിളിച്ച് സങ്കടപ്പെട്ട് നടക്കാതെ ഭഗവാനെ വിളിക്കുക. നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെ വിളിക്കാൻ, ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയെ വിളിക്കാൻ ഞാൻ പറയത്തില്ല. എനിക്കിഷ്ടം ഭഗവാനെയാണ്. സുബ്രഹ്മണ്യ സ്വാമി ആയതുകൊണ്ട് ഞാൻ ഭഗവാനെ വിളിക്കുന്നു. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? മഹാദേവനുണ്ട്, കൃഷ്ണനുണ്ട്, അള്ളാഹു ഉണ്ട്, ഈശോയുണ്ട്. ഇഷ്ടം ആരെയാന്ന് വെച്ചാൽ വിളിച്ചു. ഞാൻ ദൈവം എല്ലാം ഒന്നാണ്. നമുക്ക് പക്ഷെ ഇഷ്ടമൂർത്തി എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ടുവരുന്നതാണ് അതവിടെ. ദൈവം എല്ലാം ഒന്നാണ്. ആ ദൈവത്തിനെ അറിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ജീവിതത്തിൽ രക്ഷപ്പെടും. കളങ്കമില്ലാത്ത ഭക്തിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. മനഃശുദ്ധിയും പിന്നെ വേണ്ടത് നാമജപവുമാണ്. പിന്നെ കളങ്കമില്ലാത്ത ഭക്തി. ഇത് 3 ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, അത് ഉറപ്പാണ്. അപ്പം എനിക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്ന, ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, അതാണ്. പഴനിയിൽ വന്നപ്പോൾ കൂടുതൽ എനിക്ക് ഞാൻ ഹാപ്പിനെസ് ആണ് കേട്ടോ. തിരുച്ചെന്തൂർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, അതിനേക്കാൾ ഇരട്ടി ഹാപ്പിനെസ് ആയി പഴനിയിൽ നിന്ന് വന്നപ്പോൾ. ഭഗവാന്റെ ചൈതന്യവും ഭഗവാന്റെ അനുഗ്രഹവും കിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഭഗവാന്റെ പാദത്തങ്ങൾ നമ്മളെല്ലാം സമർപ്പിച്ചാൽ മതി. ഒന്നും ആവശ്യപ്പെടണ്ട, ഭഗവാൻ നമുക്കെല്ലാം തരും. നമ്മുടെ എന്ത് വിഷമങ്ങൾ വന്നാലും ഭഗവാന്റെ അടുക്ക ചെന്ന് പറയുക, ഭഗവാനെ എനിക്ക് ഇന്ന കാര്യമുണ്ട്, ഇത് ഞാൻ അവിടെ സമർപ്പിക്കുന്നു. പിന്നെ എല്ലാം അവിടുത്തെ ഇഷ്ടം, അങ്ങ് നോക്കിക്കും. ബാക്കിയെല്ലാം അങ്ങ് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച് വിട്ടുകൊടുക്കുക. അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതാണ് എൻ്റെ അനുഭവ കഥ, എൻ്റെ അനുഭവം ഇപ്പം പഴനി പോയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് രൂപേണ നിങ്ങൾ അറിയിക്കുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും നന്ദി അറിയിക്കുന്നു, ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.